1993 മാർച്ച് 26 ന്യൂയോർക്ക് ടൈംസിൽ പ്രസിദ്ധീകരിച്ച ലോക ശ്രദ്ധ നേടിയ ഒരു ഫോട്ടോഗ്രാഫി ഉണ്ടായിരുന്നു. കെവിൻ കാർട്ടർ എന്ന് പറയുന്ന ഫോട്ടോഗ്രാഫർ പകർത്തിയ ഒരു ചിത്രമായിരുന്നു അത്. സൗത്ത് സുഡാനിലെ ദാരിദ്ര്യത്തെ വിളിച്ചറിയിക്കുന്ന ഒരു ചിത്രമായിരുന്നു അത്. ഒരു അസ്ഥിപഞ്ജരമായിരിക്കുന്ന ഒരു കുട്ടി നിലത്തോളം കുനിഞ്ഞിരിക്കുകയും ആ കുട്ടിയുടെ പുറകിൽ ആ കുട്ടിയെ കൊത്തിപ്പറിച്ച് തിന്നേണ്ടതിന് കാത്തു നിൽക്കുകയും ചെയ്യുന്ന ഒരു കഴുകൻ്റെ ചിത്രമാണ് ആ ചിത്രത്തിനകത്തുള്ളത്. ഈ ഫോട്ടോഗ്രാഫി പ്രസിദ്ധീകരിച്ചതോടുകൂടെ അനവധി പുരസ്കാരങ്ങൾ കെവിൻ കാർട്ടറെ തേടി വരുവാനായിട്ട് ഇടയായിത്തീർന്നു. ഏറ്റവും മികച്ച ഫോട്ടോഗ്രാഫിക്കുള്ള അവാർഡ് ഈ ഫോട്ടോഗ്രാഫിക്ക് ലഭിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ധാരാളം പുരസ്കാരങ്ങൾ, അംഗീകാരങ്ങൾ, വലിയ പ്രശസ്തിയിലേക്ക് കെവിൻ കാർട്ടർ എന്ന് പറയുന്ന ഫോട്ടോഗ്രാഫർ പെട്ടെന്ന് കുതിച്ചുയരുകയാണ്. ഒരു പത്രസമ്മേളനത്തിൽ കെവിൻ കാർട്ടർ ജേർണലിസ്റ്റുകളെ അഭിസംബോധന ചെയ്യുമ്പോൾ ഒരു ജേർണലിസ്റ്റ് ഇദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിച്ചു. ആ കുട്ടിക്ക് എന്താണ് സംഭവിച്ചത്? താൻ പകർത്തിയ ചിത്രത്തിലുള്ള ആ കുട്ടിക്ക് എന്താണ് സംഭവിച്ചതെന്നുള്ള ആ ചോദ്യം കെവിൻ കാർട്ടറെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തിയെങ്കിലും ആ നിമിഷം അദ്ദേഹം പറഞ്ഞു, എനിക്കറിയില്ല, എനിക്ക് പെട്ടെന്ന് ഫ്ലൈറ്റിന് ടൈം ആയതുകൊണ്ട് ഞാൻ ആ കുട്ടിയെ അവിടെ ഉപേക്ഷിച്ച് പെട്ടെന്ന് പോരുകയായിരുന്നു. ഈ ചോദ്യം പിന്നീടുള്ള ദിവസങ്ങളിൽ കെവിൻ കാർട്ടറെ വലിയ നിരാശകളിലേക്ക് കൊണ്ടുപോയി, വലിയ ഡിപ്രഷനിലേക്ക് കൊണ്ടുപോയി. ഒടുവിൽ അദ്ദേഹത്തിൻ്റെ 33-ാമത്തെ വയസ്സിൽ വിഷം കഴിച്ച് അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത്. കെവിൻ കാർട്ടറോട് ഈ ജേർണലിസ്റ്റ് ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. ഇന്ന് നമ്മളോട് തിരിഞ്ഞ് ചോദിക്കേണ്ടുന്ന ഒരു ചോദ്യമാകുന്നു അത് എന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ സഹായം ആവശ്യമായിരുന്ന എത്രയോ ഇടങ്ങളിലാണ് ദൈവം നമ്മളെ നിർത്തിയത്. നമ്മളൊന്ന് സഹായിച്ചാൽ ഉയർന്നു വരുമായിരുന്ന, ചിലപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ നന്മകൾ കിട്ടുമായിരുന്നവർ നമ്മുടെ ചുറ്റുപാടുമുണ്ടായിരുന്നു. പക്ഷേ ചിലരെയൊക്കെ കാണാൻ കഴിയാതെ പോയത് കെവിൻ ചെയ്തതുപോലെയാകുന്നു എന്നെനിക്ക് തോന്നുകയാണ്. എത്രയെങ്കിലും ആൾക്കാരെ സഹായിക്കുകയും ഉന്നമനങ്ങളിലേക്ക് നടത്തുകയും ഒരു കൈ താങ്ങാനും നമുക്ക് കഴിയുമായിരുന്നു. ചിലപ്പോഴൊക്കെ നമ്മുടെ സ്വാർത്ഥതകൾ കൊണ്ട്, നമ്മുടെ സ്വാർത്ഥ ലാഭങ്ങൾ കൊണ്ട്, നമ്മുടെ താല്പര്യങ്ങൾ കൊണ്ട് നമ്മൾ ആ ഇടങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ് വാസ്തവത്തിൽ ചെയ്തത്. പഴയ നിയമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ നമുക്ക് കാണാനായിട്ട് കഴിയും. ദാവീദ് എന്നാണ് ആ മനുഷ്യൻ്റെ പേര്. അദ്ദേഹം രാജാവായി തീർന്നപ്പോൾ ആദ്യം അന്വേഷിക്കുന്നത് മെഫീബോശെത്ത് എന്ന് പറയുന്ന ഒരു മുടന്തനെ, ഒരു ചത്ത നായ് പോലെ ഇരിക്കുന്ന ഒരു മനുഷ്യനെയാണ് അദ്ദേഹം ആദ്യം അന്വേഷിക്കുന്നത്. മെഫീബോശെത്ത് ദാവീദിൻ്റെ കൂട്ടുകാരനായിരുന്ന യോനാഥാൻ്റെ മകനാണ്. യോനാഥാൻ ശൗലിൻ്റെ മകനായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ശൗൽ മരിച്ചു കഴിഞ്ഞാൽ ശൗലിന് ശേഷം ആ രാജ്യഭാരം മുഴുവനും ലഭിക്കാൻ സാധ്യതയുള്ള ഒരു മനുഷ്യനായിരുന്നു യോനാഥാൻ. എന്നാൽ തൻ്റെ കൂട്ടുകാരൻ വളരണമെന്നും ഉയരണമെന്നും അവൻ ജീവിതത്തിൽ ഉന്നതിയിലെത്തണമെന്നും അടുത്ത രാജാവാകണമെന്ന് പോലും കൊതിച്ചിരുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ്റെ പേരാണ് യോനാഥാൻ. തന്നിലേക്ക് ഭരണം വരുന്നതിനേക്കാൾ കൂടുതൽ തൻ്റെ സ്നേഹിതനായിരിക്കുന്ന ദാവീദ് ഉന്നതികളിലെത്തണമെന്ന് ആഗ്രഹിച്ച ആ യോനാഥാൻ പക്ഷേങ്കിൽ നിർഭാഗ്യവശാൽ ശൗലിൻ്റെ കൂട്ടത്ത് യോനാഥാനും മരിച്ചു പോകുവാനായിട്ട് ഇടയായിത്തീർന്നു. തൻ്റെ സൗഭാഗ്യങ്ങളിൽ, തൻ്റെ സന്തോഷങ്ങളിൽ, തൻ്റെ ഉന്നമനങ്ങളിൽ തന്നോടൊപ്പം നിൽക്കണമെന്ന് കൊതിച്ച യോനാഥാൻ്റെ മകനെ ഒടുവിൽ ദാവീദ് അന്വേഷിച്ച് കണ്ടുപിടിച്ച് തൻ്റെ കൊട്ടാരത്തിൽ അവനൊരു അവസരം കൊടുക്കുകയാണ്. അവന് ചില സൗഭാഗ്യങ്ങൾ ദാവീദ് അനുവദിക്കുകയാണ്. സ്നേഹിതരെ, ഈ ദൈവവചനം കേൾക്കുമ്പോൾ ഞാൻ നിങ്ങളോട് വളരെ സ്നേഹത്തോടുകൂടെ പറയുന്നു, നമുക്ക് വേണ്ടിയിട്ട് അധ്വാനിച്ച ഒരുപാട് പേരുണ്ട്. നമ്മുടെ ഉന്നമനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയത്നിച്ച ഒരുപാട് പേരുണ്ട്. ഒരു കൈ സഹായിച്ചെങ്കിലും നമ്മൾ എവിടെയെങ്കിലും എത്തണമെന്ന് കൊതിച്ച ആരൊക്കെയോ നമ്മുടെ ചുറ്റുപാടുകളുമുണ്ട്. എന്നാൽ നമ്മൾ നമ്മുടെ സൗഭാഗ്യങ്ങളിൽ എത്തിച്ചേർന്നപ്പോൾ, നമ്മുടെ അനുഗ്രഹങ്ങളിൽ എത്തിച്ചേർന്നപ്പോൾ, നമ്മുടെ നന്മകളിൽ എത്തിച്ചേർന്നപ്പോൾ നമ്മളെ ഉയർത്തിയവരെ, നമുക്ക് അവിടെ തോൾ തന്ന് നമ്മളെ ഉയർത്തിയവരെ നമ്മൾ മറന്നുപോയി എന്നുള്ളത് ദുഃഖകരമായിരിക്കുന്ന ഒരു വസ്തുതയാണ്. കെവിൻ കാർട്ടറിന് സംഭവിച്ചതാണ് ഇന്ന് ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വന്തം പ്രശസ്തിക്കും സ്വന്തം നിലനിൽപ്പിനും സ്വന്തം താല്പര്യങ്ങൾക്കും വേണ്ടിയിട്ട് മാത്രം മറ്റുള്ളവരുടെ ചിത്രം പകർത്തുകയും അതുകൊണ്ട് ലോക പ്രശസ്തി നേടുകയും പിന്നീട് ആ മനുഷ്യർ എവിടെയുണ്ടെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാതെ ഉപേക്ഷിച്ച് കടന്നു പോകുന്ന ഒരു ദുഷ്ട സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ചിലപ്പോഴൊക്കെ നമ്മുടെ മനസ്സും ചിന്തകളും നമ്മുടെ പ്രവൃത്തികളുമൊക്കെ അതിനോളം വന്നിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുകയാണ്. എത്ര പേരെയാണ് നമ്മൾ താങ്ങുന്നത്? നമ്മളെ സഹായിച്ച നൂറുകണക്കിന് ആൾക്കാരുണ്ടായിരുന്നു. നമ്മളെ പഠനത്തിൽ സഹായിച്ചവരുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയില്ലേ, നിങ്ങളുടെ കുട്ടിക്കാലത്ത് നിങ്ങൾ ഏതൊക്കെ വിഷയത്തിനകത്ത് പുറകിലായിരുന്നു? ആ സമയത്ത് നിങ്ങളെ സഹായിച്ച ചില കൂട്ടുകാർ നിങ്ങൾക്കുണ്ടായിരുന്നു, നല്ല അധ്യാപകരുണ്ടായിരുന്നു. ഇന്ന് നിങ്ങൾ എവിടെയൊക്കെ എത്തിയപ്പോൾ എത്ര പേരെയാണ് നിങ്ങൾ ഓർക്കുന്നത്? നിങ്ങളുടെ ശുശ്രൂഷയിൽ നിങ്ങൾ ചിലരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഒരവസരവുമില്ലാതെ നിങ്ങൾ ഒതുങ്ങിക്കിടന്നപ്പെടുന്നപ്പോൾ, ആരും സഹായിക്കാനില്ലാതെ നിങ്ങൾ എവിടെയോ ഒരു കോണിൽ ഒതുങ്ങിയിരുന്നപ്പോൾ
നിങ്ങളെ തട്ടി ഉണർത്തി ചില വേദികൾ നിങ്ങൾക്ക് നൽകിയവർ, അവസരങ്ങൾ നൽകി തന്നവർ, ഇന്ന് നിങ്ങൾ എവിടെയൊക്കെ എത്തിയപ്പോൾ അങ്ങനെയുള്ളവരെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ടോ? നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. നിങ്ങളുടെ ജനനം മുതൽ നിങ്ങൾക്ക് നല്ല ടാലൻ്റ് ഉണ്ടാകുന്നത് വരെ, നിങ്ങൾക്ക് നല്ല സാധ്യതകൾ ഉണ്ടാകുന്നത് വരെ നിങ്ങളെ കൈതന്ന് നടത്തിയവരാണവർ. പക്ഷേ ഇപ്പോൾ അവരെവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ? എത്രത്തോളം സഹായമാണ് നിങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുക്കുന്നതെന്ന് ഒന്ന് ചിന്തിക്കാൻ ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കെവിൻ കാർട്ടറിന് സംഭവിച്ചത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കട്ടെ. എന്നെങ്കിലും ഒരു ദിവസം തിരിഞ്ഞു നോക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഒരു ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ വന്ന് നിൽക്കുമ്പോൾ ഞാൻ എന്താണ് എൻ്റെ സഹജീവികൾക്ക്, അല്ലെങ്കിൽ എന്നെ ഉയർത്തിയവർക്ക്, എനിക്കൊരു കൈ തന്ന് സഹായിച്ചവർക്ക് ഞാൻ എന്താണ് തിരികെ കൊടുത്തതെന്ന് ചിന്തിക്കാൻ കഴിയുന്ന ഒരു സായാഹ്നം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. അന്ന് നിരാശയിൽ പൂണ്ട് കെവിന് സംഭവിച്ചതുപോലെ ഒരു മരണത്തിലേക്കോ അല്ലെങ്കിൽ തീരാ ദുഃഖത്തിലേക്കോ പോകാതിരിക്കേണ്ടതിന് ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ അതൊന്ന് ഇരുന്ന് ചിന്തിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ ആശംസിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് യേശു ക്രിസ്തുവിന് സകല സൗഭാഗ്യത്തോടും കൂടെ, സകല ഉന്നതികളോടും കൂടെ, സകല ബഹുമാനത്തോടും കൂടെ, സകല ആരാധനയോടും കൂടെ സ്വർഗത്തിൽ ഇരിക്കാൻ കഴിയുമായിരുന്നു. എങ്കിലും സ്വർഗത്തിലെ സകല മഹിമകളും വെടിഞ്ഞ് ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്നത് എന്നെയും നിങ്ങളെയും കർത്താവ് ഓർത്തത് കൊണ്ടാണ്. അവിടെ നിന്ന് അവൻ നമ്മളെ കണ്ടതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ആ പ്രമോദങ്ങൾ ഒഴിവാക്കി ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടിയിട്ട് കാൽവരിയിൽ യാഗമായി തീരുവാനായിട്ട് ഇടയാത്തിരുന്നത്, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവിടെ നിന്ന് മരിക്കുവാനായിട്ട് ഇടയാത്തിരുന്നത്, നമ്മളെ അവിടത്തോളൊപ്പം ഇരുത്താൻ വേണ്ടിയിട്ടാണ് ഈ പങ്കപ്പാടുകൾ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടിയിട്ട് സഹിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ഒരു വലിയ തീരുമാനമെടുക്കാൻ നമുക്ക് കഴിയട്ടെ. നമ്മളെ ഉയർത്തിയവരെ, നമ്മളെ സഹായിച്ചവരെ, നമ്മളെ താങ്ങിയവരെ കാണുന്നതോടൊപ്പം തന്നെ നമ്മളെ ഉയർത്തിയിട്ടില്ലാത്തവരെയും കൂടെ കാണാൻ ദൈവം നമ്മളെ ഒന്ന് സഹായിക്കട്ടെ. നമ്മുടെ സഹായം അനിവാര്യമായിരിക്കുന്ന ചിലർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. നമ്മൾ ഒരു കൈ കൊടുത്താൽ ഉയർന്നു വരാൻ സാധ്യതയുള്ള ഒരുപാട് കുഞ്ഞുങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. നമ്മൾ ഒരു മണിക്കൂർ ചിലരോട് സ്പെൻഡ് ചെയ്താൽ ഉയർന്നു വരാൻ സാധ്യതയുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അവരെ കാണാൻ, അവർക്കൊരു കൈ കൊടുക്കാൻ, അവരെ ഒരു നിലയിലെങ്കിലും സഹായിക്കാൻ, സാമ്പത്തികമായോ വിദ്യാഭ്യാസമായോ എന്തുമായിക്കൊള്ളട്ടെ, ഒന്ന് സഹായിക്കാൻ കഴിയുന്നത് വളരെ നല്ലതായിരിക്കും. കെവിൻ കാർട്ടറിന് സംഭവിച്ചത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ ഈ സന്ദേശം വളരെ സ്നേഹത്തോടെ നിങ്ങളോട് അറിയിക്കുന്നു. കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.